നമ്മുടെ ഏദൻ തോട്ടത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികളുടെ സദ്യയിൽ ഒന്നാം സ്ഥാനം ഇഞ്ചിക്കാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും നമ്മൾ എത്ര സ്ഥലം കുറഞ്ഞവരായിരുന്നാലും അല്പം ഒന്ന് വിചാരിച്ചാലും ഒന്ന് പരിശ്രമിച്ചാലും നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ തന്നെ ഈസി ആയിട്ട് വിളവെടുക്കാൻ കഴിയും. മറ്റ് പച്ചക്കറികളെ പോലെ ഇതിന് അധികം വെയിലൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ഷെയ്ഡിലോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരുന്നാലും ചെറിയ പോട്ടുകളിലൊക്കെ വെച്ച് വളർത്തിയാലും നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി ധാരാളം കിട്ടും. ഇത് വെച്ചിരിക്കുന്നത് കണ്ടോ, നമ്മുടെ മതിലിന് മുകളിൽ ഒരു പൈപ്പ് കൊടുത്തിട്ട് ആ പൈപ്പിൽ ഹാങ്ങിങ് ആയിട്ടാണ് ഈ ഇഞ്ചി നട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ കുറേ അധികം ഇഞ്ചി ഞാനിങ്ങനെ ഹാങ്ങിങ് പോട്ട്സുകളിൽ വെച്ചിട്ടുണ്ട്. ഹാങ്ങിങ് പോട്ട്സിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാനിതിൽ അധികം മണ്ണ് ചേർത്തിട്ടില്ല. കരിയിലകളാണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. നട്ട സമയത്ത് അടിയിലും കൂടുതലും കരിയിലയാണ് കൊടുത്തത്. കാരണം ഈ പൈപ്പിൽ തൂക്കിയിരിക്കുന്നത് കാരണം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കരിയിലകൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. പൊതയിടാനും ധാരാളം കരിയില ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഇത് ഞാൻ 50 കുഴികളുള്ള ട്രേയിൽ കുഞ്ഞു വിത്തുകൾ പാകി മുളപ്പിച്ച് ഇളക്കി നട്ടതാണ്. മിനി സെറ്റ് രീതി എന്ന് പറയും അതിനെ. കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടാക്കി നടുന്നതിനെയാണ് മിനി സെറ്റ് രീതി എന്ന് പറയുന്നത്. അതിലിപ്പോൾ ധാരാളം ചെനപ്പുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിന് വിളവെടുപ്പിന് പാകമാകുമ്പോൾ ഈ ഇതിനകത്ത്, ഈ പോട്ടിനകത്ത് മൊത്തം നിറഞ്ഞ് ധാരാളം ചെനപ്പുകൾ വരുമ്പോൾ നമുക്ക് ധാരാളം വിളവ് കിട്ടുമെന്നാണ് അതിനർത്ഥം. ഇങ്ങനെ നിറഞ്ഞ് ധാരാളം ഇഞ്ചി ഇതിനകത്തുനിന്ന് കിട്ടും. ഇതിന് ഞാൻ പ്രധാന വളമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ പശു തൊഴുത്ത് കഴുകുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ അതിൽ ചാണകവും ഗോമൂത്രവും മിക്സായി നല്ലൊരു വളം നമുക്കിതിന് ലിക്വിഡ് വളമായിട്ട് കൊടുക്കാൻ കഴിയും. അത് ഞാൻ 2 ആഴ്ചയിൽ ഒരിക്കൽ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഇങ്ങനെ ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ച് പിന്നെ ഇടവിട്ടുള്ള സമയങ്ങളിൽ സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കാറുണ്ട്. സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഇഞ്ചിക്ക് പ്രധാനമായിട്ടും വരുന്ന ഒരു രോഗം വാട്ടരോഗം വരാറുണ്ട്. വാട്ടരോഗത്തിൽ നിന്നുള്ള പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത്. ഇഞ്ചിക്കറി 100 കറിക്ക് സമമാണല്ലേ. അപ്പം നമ്മുടെ ഏദൻ തോട്ടത്തിലെ ഇഞ്ചി കൃഷി എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ നമ്മുടെ തോട്ടത്തിലെ ഓരോ വിശേഷങ്ങളും വീഡിയോ ആയിട്ട് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനും കഴിയും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബായ്.